അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ജമാഅത്തിൻ്റെ പ്രസിഡന്റുമായ ജനാബ് എം ഷരീഫ് അവറുകൾ, ജമാഅത്തിൻ്റെ ഹത്തീബ് മുഹമ്മദ് കുഞ്ഞ് സഖാഫി അവറുകൾ, നമ്മുടെ മുൻ ജമാഅത്ത് സെക്രട്ടറി ഷാജഹാൻ സാഹിബ്, മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട, നാം വളരെയേറെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കാഞ്ഞാർ ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ ഇവിടെ എത്തും എന്ന് ഇരിക്കുന്നതുകൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് വേദിയില്ല. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ നമ്മളിവിടെ ജീലാനി ദിനം ആഘോഷിക്കും. പക്ഷേ വളരെ ഭംഗിയായ രീതിയിൽ മുൻപ് നടത്തിയിട്ടുള്ളതിനേക്കായി വളരെ ഭംഗിയായ രീതിയിലാണ് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം തന്നതിൻ്റെ ഒരു പ്രതിഫലമാണ്. നാം വളരെയേറെ കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനത്തിന് ഈ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ ജീലാനി ദിനം, കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ജമാഅത്താണെങ്കിൽ തന്നെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെറിയ ജമാഅത്താണ്. ആ ജമാഅത്തിലെ ഇത്രയേറെ വളരെ ഭംഗിയായ രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തി തന്ന സർവ്വനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ നമുക്ക് വേദി പങ്കിട്ട പലരും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും റഹ്മത്തും ചുരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാന വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കുക. മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദുൽ ജന്ന, പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സ് അത് സ്വർഗ്ഗ പൂങ്കാവനങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഒരു പൂങ്കാവനമാണ് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഒരു പുണ്യം നമുക്ക് നേടണമെങ്കിൽ മുഅ്മിനീങ്ങളെ എല്ലാവരും കടന്നിരിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എത്തും. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിലേക്ക് വന്നിരിക്കുക. ധാരാളം കസേരകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരുന്ന് ശ്രമിക്കാനുള്ള സംവിധാനം നമ്മുടെ ജമാഅത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ദീനുൽ ഇസ്ലാമിൻ്റെ മേൽ വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുവാൻ എല്ലാവരും ഇങ്ങോട്ട് കടന്നിരിക്കുക. എല്ലാവർക്കും ഉസ്താദിനെ കാണാനും ഈ ഉസ്താദിന്റെ പ്രഭാഷണം ഭംഗിയായി കേൾക്കുവാനുമുള്ള സംവിധാനം ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാവരും കടന്നിങ്ങോട്ടിരിക്കുക. എല്ലാവരും നമ്മുടെ സദസ്സ് ഭംഗിയാക്കുക. ഉസ്താദിനും ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും കൂടുതൽ തൃപ്തി. ഈ സദസ്സിന്റെ ആ ധന്യത കാണുമ്പോൾ പ്രഭാഷകന്മാരായ ഉസ്താദന്മാർക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവരും കടന്നിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനരായ ഖുത്ബുൽ അഖ്താബ് അൽ ഗൗസുൽ ആദം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവന്റെ അനുസ്മരണയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീലാനി ദിനവുമായി ബന്ധപ്പെട്ട് നാം നടത്തിയ പരിപാടിയുടെ അവസാനത്തെ ദിവസമാണിന്ന്. ആ മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ, ആ മഹാത്മാവിന്റെ ബറക്കത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ അനുസ്മരണയുമായി ബന്ധപ്പെട്ട് തന്നെ മതവിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നത് ആ മഹാനുമായുള്ള ഓർമ്മ കൂടുതൽ നമ്മെ എത്തിക്കാൻ കാരണമാകുന്ന ഒരു നല്ല ഒരു പ്രവർത്തനമാണ്. അതായത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 40 ആണ്ടോളം വാഴ്ന്നു പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ വിധിവിലക്കുകൾ സമൂഹത്തിന് പഠിപ്പിച്ച് പ്രബോധനം ചെയ്ത് അവരെ സംസ്കരിച്ച് ഉന്നതരാക്കി മാറ്റിയ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ ജിലാനി ആണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ മതവിജ്ഞാന സദസ്സ് തന്നെ പാരത്രികമായ ചിന്തയെ കൂടുതൽ നമുക്ക് നൽകുന്ന, പാരത്രികമായി നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന പ്രൗഢമായ വിഷയങ്ങളെ അധികരിച്ചുള്ള നമ്മുടെ സദസ്സുകളാണ്. മുഅ്മിനീങ്ങളെ, പരിഭ്രാന്തിയുള്ള പരലോകത്തിന്റെ ദൃശ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നേരിട്ട് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്.
ഇൻഷാ അല്ലാഹ് ആ അനുഭവത്തിലൂടെ നമുക്കൊന്ന് മാറ്റമുണ്ടാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ ജമാഅത്തിന് മാറ്റമുണ്ടാകണം. ഇവിടെ ഒരു ഇമാം ആണ് എന്നുള്ള നിലക്ക് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണിത്. കാരണം ഈ പ്രഭാഷണത്തിലൂടെ ഇവിടെയുള്ള എല്ലാ യുവാക്കളും അള്ളാഹുവിൻ്റെ ഭവനവുമായി കൂടുതൽ അടുക്കാൻ ഈ ധന്യമായ സദസ്സുകൾ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനവുമായി കൂടുതൽ എടുക്കുക. ഇതുപോലെ ഏതെങ്കിലും സംരംഭങ്ങൾ നാം സംഘടിപ്പിക്കുമ്പോൾ മാത്രമുള്ള ഇഖ്ലാസും അപ്പോൾ മാത്രം പൊക്കി വെക്കുന്ന തൊപ്പിയും മാത്രമായ പോരാ. നമുക്കെപ്പോഴും നാം തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി നമ്മുടെ മരണം വരെയും നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാകണം. ആ ഒരു ആദർശം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് പാരത്രികമായ ഔന്നത്യമുണ്ടാകണം. അതേപോലെ ആത്മീയമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അതേപോലെ തന്നെ സഹോദരിമാർക്ക് പ്രത്യേകം സജ്ജമാക്കിയ ആ പ്രത്യേകം അവരുടെ അകത്ത് തന്നെ കയറിയിരിക്കണം. സൗകര്യമുള്ളവർ പുറത്തേക്ക് ഇരിക്കരുത്. പുരുഷന്മാരുമായിട്ടുള്ള കാഴ്ച അത് നിഷിദ്ധമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പരമാവധി എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. സ്ഥാനം നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. സാമരെ കാണണമെന്നില്ല. അവർ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ അത് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറുകെ പിടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ഇവിടെ ഷാജഹാൻ സാറ് സൂചിപ്പിച്ചതുപോലെ വിശ്വാസം മാത്രമാണ് നമുക്കുള്ളത്. വിശ്വാസം തന്നെ പരിപൂർണമല്ല. കാരണം എന്തുകൊണ്ട്? ആഖിറത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഭയാനതകൾ പറയുമ്പോൾ, ആഖിറത്തിൽ നമുക്ക് വിജയിക്കാനുള്ള സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും നമുക്കൊരു ശിക്ഷ കിട്ടുന്ന നമുക്കൊരു പണിഷ്മെന്റ് കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധാലുക്കളാണ്. ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് ചെക്കിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹെൽമെറ്റ് പൊക്കി അങ്ങ് വെക്കും. ഇല്ലാത്തവർ തിരിച്ചു വിടും. എന്തുകൊണ്ടാണ്? നമ്മളെ അവർ പിടിച്ചാൽ 100 രൂപ ഫൈൻ അടിക്കും. ഈ 100 രൂപയുടെ പേടി കൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നു, ഹെൽമെറ്റ് ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ, പാരത്രികമായ ചിന്തയെ സംബന്ധിച്ച്, ഉഖ്റവിയായ നമുക്ക് വരാനിരിക്കുന്ന വലിയ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് നാം ശരിക്കും മനസ്സിലാക്കണം. ഇതുപോലുള്ള മജ്ലിസ്, ദീനിൻ്റെ മജ്ലിസുകളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതം പരിവർത്തിപ്പിക്കാൻ അത് കാരണമായി തീരണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരലോകം നന്നായില്ലെങ്കിൽ, ആഖിറം നന്നായില്ലെങ്കിൽ മുഅ്മിനീങ്ങളെ, നമുക്ക് എന്ത് വിജയമാണുള്ളത്? അല്ലെങ്കിൽ നമുക്ക് എന്ത് നേട്ടമാണ് നമുക്ക് കൊയ്യാൻ കഴിയുന്നത്? നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടാൽ നമ്മുടെ ദുനിയാവിലുള്ള പരാജയം അത് സാരമില്ല മുഅ്മിനീങ്ങളെ. തുച്ഛമായ കാലമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതേ സമയത്ത് പാരത്രിക ലോകത്തുള്ള പരാജയം വൻ പരാജയമാണ്. ആ പരാജയം, അങ്ങനെയുള്ള പരാജിതനാണ് ഏറ്റവും വലിയ പരാജിതൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ആഖിറം നന്നാക്കണം. നമ്മുടെ പാരത്രിക ലോകത്ത് പരിഭ്രാന്തി നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരം. മുഅ്മിനീങ്ങളെ, 100ഓളം ആൾക്കാർ കുടുംബം ജീവിക്കുന്ന മഹല്ലത്താണിത്. പക്ഷേ വഖ്തുകളിൽ വളരെ അപൂർവമായ, അല്ലെങ്കിൽ ഒരു 2 സഫ് ഒരു വഖത്തിന് പൂർത്തീകരിക്കുക എന്നുള്ളത് സന്ധ്യയല്ലാത്ത സമയങ്ങളിൽ, മഗ്രിബ് ഇശാഇന്റെ ടൈം അല്ലാത്ത സമയങ്ങളിൽ വളരെ അപൂർവമായി മാത്രമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ആ അവസ്ഥക്ക് ഒരു ചേഞ്ച് ഉണ്ടാകണം ഇൻഷാ. അതേപോലെ തന്നെ ഏതെങ്കിലും ദീനിയായ സംരംഭങ്ങളും ഇതേപോലെ തന്നെ പരിപാടികൾ നടക്കുമ്പോൾ മാത്രം വരുന്ന അവസ്ഥക്ക് മാറ്റം വരണം ഇൻഷാ അല്ലാഹ്. സദാസമയവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സഹകരണവും അല്ലാഹുവിൻ്റെ ഭവനത്തോട് നമുക്കുണ്ടാകണം. ഈ പരിശുദ്ധമായ ദീനിയായ ഈ സദസ്സ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നാം വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ബഹുമാന്യനായ ഉസ്താദ് അവர்கள் ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്നു. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ആദരിച്ച് മഹാനവറുകളെ സ്വീകരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ
إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد. നമ്മുടെ മഹത്തായ സ്റ്റേജിൻ്റെ അവതാരകൻ ഷാജഹാൻ സാറ്, സിനാൻ മുഹമ്മദ് മുസമ്മിൽ രണ്ടുപേരും ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണം. അതുപോലെ തന്നെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മിർസ ഫാത്തിമയും മുഹമ്മദ് സാലിഹും. ആദ്യമായി ക്ഷണിക്കുന്നത് മുഹമ്മദ് സിനാൻ, സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ. സ്വർണം അടുത്ത മുഹമ്മദ് മുസമ്മിൽ. അത് കൊടുത്തു തിരിച്ചു കൊടുത്താൽ മതി. മുസമ്മിൽ അടുത്തത് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മിർസ ഫാത്തിമ. അടുത്തത് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് സാലിഹ്. മുഹമ്മദ് സാലിഹ്. സർട്ടിഫിക്കറ്റ് ഉസ്താദ് പിന്നീട് കൊടുക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ സമയം ഇനിയും നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം തിരക്കുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ഇന്നലെയും ഗൾഫ് പരിപാടിയായിരുന്നു. തൊട്ട് മുമ്പലത്തെ ദിവസവും കൊല്ലത്ത് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. റബീഉൽ അവ്വലിൻ്റെ സമാപന സമ്മേളനം അവിടെ നടന്നു. ഇവിടെ എല്ലാം പങ്കെടുത്തു. പരിശുദ്ധമായ ദീനിന് വേണ്ടി പൂർണ്ണസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ അവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആയിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആരെല്ലാം മനസ്സാ കർമ്മണ വാചകത്തിൽ കൂടിയും കർമ്മത്തിൽ കൂടിയും പ്രവർത്തനത്തിൽ കൂടിയും കാഴ്ചവെച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ടും ആദരപൂർവ്വം ബഹുമാന്യനായ ഉസ്താദ് അവറുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ബഹുമാന്യ ഈ ഉസ്താദ് അവറുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمد عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم
الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من عمله فينظر أشأم منه فلا يرى إلا ما قدم من عمله فينظر بين يديه فلا يرى إلا النار تلقاء وجهه اتقوا النار ولو بالشق تمرة اتقوا النار ولو بالشق تمرة اتقوا النار ولو بالشق تمرة صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم مثل وقوفك يوم الأرض عريانا مستوحشا ترد أخشى حيرانا والنار تلهب من غير ومن عنقي على العصاة ورب العرش غلبانا نادى الجليل خذوه يا ملائكتي اندوا بعبد عصا للنار عطشانا والمؤمنون غدا والمشركون غدا في النار يحترقون والمؤمنون بدار الخلد سكانا وعليك حبي يا رسول الله
رسول الله وعليك حبا يا رسول الله منين ذا العاصي صلاة الله معها تحيته سلام الله لجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ജനാബ് MS ഷരീഫ് സാഹിബ്, വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ അൽഹാജ് ഇബ്രാഹിം കുഞ്ഞു മുസ്ലിയാർ, സ്വാഗതം ആശംസിച്ച ജനാബ് അഷ്റഫ് പാലവിളയും, ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ഈ ജമാഅത്തിന്റെ ചീഫ് ഇമാം മുഹമ്മദ് കുഞ്ഞു സഖാഫി, ബഹുമാനരായ യൂനസ് ബാക്കവി, ഷംസുദ്ദീൻ മുസ്ലിയാർ, അഡ്വക്കേറ്റ് NM നസീർ നാടാലയിൽ, ജനാബ് അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, ജനാബ് അബ്ദുൽ ഹക്കീം അലാഹിരി, ഹുസൈൻ മുസ്ലിയാർ, ജനാബ് ഷംസുദ്ദീൻ മുസ്ലിയാർ, കുഞ്ഞുമോ നെടിയവിള, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാകാരിതയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്ന الغوث السمداني والقطب الرباني الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز മഹാനവറുകളുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു മതപ്രഭാഷണ വേദിയുടെ സമാപന ദിവസമാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിഭ്രാന്തിയുടെ പരലോകം എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ കലാമിനെ പഠിക്കുകയും ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഖുർആനിന്റെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിഭ്രാന്തി ജനകമായ പരലോകത്തിൽ പടച്ചവന് ഏറ്റവും പ്രീതരായ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരക്കേറിയ ജനസാന്ദ്ര നിബിഡമായ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു പ്രശസ്തമായ സായാഹ്ന പാർക്കിൽ വെച്ച് പട്ടാപ്പകൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നരാധമനായ ഒരു മനുഷ്യൻ ക്രൂരമായി മാനഭംഗം ചെയ്തു കൊന്നു. പട്ടാപ്പകൽ വെളിച്ചത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിസ്സംഗരായി നോക്കി നിൽക്കെ ആ നാട്ടിലെ ഏറ്റവും ക്രിമിനലായ കൊടും കുറ്റവാളിയായ മനുഷ്യൻ
മാതാപിതാക്കളോടൊത്ത് പാർക്കിലേക്ക് സവാരിക്ക് സായാഹ്ന സവാരിക്ക് വന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിഷ്കരുണം അയാൾ മാനഭംഗം ചെയ്തു കൊന്നു. ആയിരക്കണക്കിന് ആളുകൾ സാക്ഷിയായി നോക്കി നിന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീതിന്യായ സംവിധാനത്തിന്റെ ക്രമപ്രകാരം കോടതിയുടെ മുമ്പിൽ പ്രതിയെ ഹാജരാക്കിയപ്പോൾ തന്റെ സമ്പത്തും സ്വാധീനവും കൊണ്ട് ജഡ്ജിമാരെയും അഡ്വക്കേറ്റുമാരെയും സ്വാധീനിച്ച പ്രതി അയാളുടെ സ്വാധീനത്തിന് തുടങ്ങി പ്രോസിക്യൂഷന്റെ വാദം ദുർബലമാണ് എന്ന പതിവ് നൂലാമാലകൾ നിരത്തി പട്ടാപ്പകൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്തൊരു കുഞ്ഞിനെ കൊന്ന പ്രതിയെ കോടതി വെറുതെ വിട്ടു. അയാളുടെ ക്രൂരതയെ ഭയന്നിട്ട് നേർസാക്ഷികളായ ഒരാൾ പോലും കോടതിയിൽ അയാൾക്കെതിരെ സാക്ഷി നിന്നില്ല. വിജയശ്രീലാളിതനായി എല്ലാവരും നോക്കി നിൽക്കിയ ഒരു ദാരുണ കുറ്റം നടത്തിയിട്ടു കോടതിയെയും സാക്ഷികളെയും ന്യായാധിപന്മാരെയും വിലക്ക് വാങ്ങിയ പ്രതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങി വരവേ അദാലത്തിൽ തന്നെ മകളെ നഷ്ടപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്ത ആ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ പിതാവ് വിജയശ്രീലാളിതനായി ഇറങ്ങി വരുന്ന പ്രതിയോട് തന്റെ സ്വാധീനമില്ലാത്ത സമ്പത്തില്ലാത്ത ഒന്നുമില്ലാത്ത ദുർബലനായ പിതാവ് അയാളുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, പത്രേ, നിന്റെ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും നിനക്ക് ഇവിടുത്തെ കോടതിയെ വിലക്ക് വാങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നാളെ ആർക്കും വിലക്ക് വാങ്ങാൻ കഴിയാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ന്യായാധിപന്റെ മുമ്പിൽ പരലോകത്ത് നിനക്കെതിരെ ഞാൻ സാക്ഷി പറയും. ആ കോടതിയിൽ നിന്റെ അധികാരമോ നിന്റെ സ്വാധീനമോ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ആ പിതാവ് പറയുമ്പോ അയാളുടെ മനസ്സ് പെട്ടെന്ന് ഒന്ന് വിതുപ്പിപ്പോയി. എത്ര ശരിയാണല്ലോ, നാളെ ആർക്കും വിലക്കെടുക്കാൻ കഴിയാത്ത പരലോകത്തിന്റെ പരമ കോടതിയുടെ മുമ്പിൽ വരുമ്പോ താൻ ശിക്ഷിക്കപ്പെടുമെന്നല്ലോ എന്ന വേപ്പതുകൂടെ അയാൾ കോടതിയുടെ മുമ്പിലുള്ള റോഡ് മുറിച്ചു കടക്കവേ മറുഭാഗത്ത് നിന്ന് പാഞ്ഞു വന്ന ഒരു വാഹനമിടിച്ച് ആ മനുഷ്യൻ നടുറോഡിൽ ചതഞ്ഞരഞ്ഞു മരിച്ചു. കോടതിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ മനുഷ്യൻ അവസാനം ഏറ്റവും വലിയ പരമോന്നത നീതിന്യായ കോടതിയുടെ മുമ്പിലേക്ക് മരണത്തിലൂടെ അയാൾ യാത്രയായി. പണ്ടങ്ങാണ്ടോ എവിടെയോ വായിച്ചു പോയ ഒരു വാർത്തയുടെ ശകലമാണ് ഭയാനതയുടെ പരലോകം എന്ന ശീർഷകത്തിന്റെ ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ഭൂമിയുടെ എല്ലാ സംവിധാനത്തിനും പരമോന്നത നീതിന്യായ കോടതികളുണ്ട്. ആ കോടതികൾ മുഴുവനും വിലക്കെടുക്കപ്പെടുന്നു എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥൂലമായ ജുഡീഷ്യറി, ആ ജുഡീഷ്യറിക്ക് ചിതലരിക്കപ്പെടുന്നു, പിടിവലിക്കപ്പെടുന്നു എന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഗോള വ്യാപകമായി. കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ സ്ഥാനപട്ടനാക്കപ്പെട്ട മലേഷ്യയുടെ മുൻ പ്രസിഡന്റ് മഹാതീർ മുഹമ്മദ് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ജീവപര്യന്തം കഠിനത ശിക്ഷിക്കപ്പെടുന്നു കോടതി നിറഞ്ഞ അദ്ദേഹം എന്ന മലേഷ്യൻ സുപ്രീം കോടതിയുടെ ജഡ്ജികൾ അധികാര കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനത്തിന് വിധേയമായി എന്ന് പറഞ്ഞ് അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോ നമുക്കറിയില്ല നന്മ എവിടെയാണ് തിന്മ എവിടെയാണെന്ന്, ആരാണ് പ്രതി ആരാണ് വാദി എന്ന് നമുക്കറിയില്ല. ആയിരക്കണക്കിന് ആളുകൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോ ലോകത്തിന്റെ നീതിന്യായ സംവിധാനം മുഴുവനും മുമ്പിൽ വരുന്ന തെളിവുകളുടെ അഭാവത്തിലും ഭാവത്തിലും വെറുതെ വിടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോ ഇതിനെല്ലാം അവസാനം വരുന്ന ഏഴ് തെറ്റുമാളികൾ റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യനെ പട്ടാപ്പകൽ കൊന്ന് നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് പട്ടാപ്പകൽ റെയിൽ ബോഗിയിൽ കിടന്ന സൗമ്യ എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിനെ മലത്തിക്കടത്തി മാനഭംഗം ചെയ്ത ഗോവിന്ദചാമിയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് കഴിയുമ്പോ ആ സൗമ്യയെ പോലെ ഡൽഹിയുടെ മണലോരണ്യങ്ങളിൽ തലനടകരിക്കപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികൾ, കുടിച്ചുമുടപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികൾ, ഇറാഖിന്റെ മണ്ണിലൂടെ സൗമ്യയെ പോലെ നിരപരാധികളായ ആയിരക്കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനത്തിന് മേൽ മാനഭംഗം ചെയ്യപ്പെടുന്നു. നിരപരാധികളായ ആയിരക്കണക്കിന് ഫലസ്തീനികളായ ബാലന്മാര് ജീവനോടെ കുടിച്ചുമുടപ്പെടുന്നു. ചെച്ചനയിലും ബോസ്നിയയിലും സൊമാലിയിലും നിരപരാധികളുടെ പാർപ്പിടങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നു. വാപ്പയെ കാണാട് ഉമ്മയെ കാണാട് ലക്ഷക്കണക്കിന് ആളുകൾ വിധവകളായി അനാഥകളായി മാറുന്നു. അതിന്റെ കാരണക്കാരായവർ മുഴുവനും ലോകത്തിലെ ഏറ്റവും വലിയ ജുഡീഷ്യറിയുടെ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു. ബറാഖ് ഹുസൈൻ ഒബാമയും ജോർജ് ബുഷും അഡോൾഫ് ഹിറ്റ്ലറും ഹിറ്റ്ലർ ലോകത്ത് ചെയ്ത എല്ലാ പാതകത്തിനും ശിക്ഷ അനുഭവിച്ചിട്ടല്ല അഡോൾഫ് ഹിറ്റ്ലർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ബെനിറ്റോ മുസ്സോളിനി അദ്ദേഹം ചെയ്ത ഒരു പാതകത്തിന്റെയും ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടില്ല.
വാങ്ങിയിട്ടല്ല ഭൂമിയിൽ നിന്ന് വിട്ടുപോയത്. യഥാർത്ഥത്തിൽ ലോകത്ത് കടന്നുപോയപ്പോൾ പോട്ടടക്കമുള്ള നിശയടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും അവരവർ ചെയ്തു പോയ പാടകത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോ മൗനാനുവാദം നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന നരസിംഹറാവു എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി അതിന്റെ പാതകം ഏറ്റുവാങ്ങിയിട്ടല്ല ലോകത്തു നിന്ന് മരിച്ചുപോയത്. ഇന്ന് ലോകത്തിന്റെ ജീവിതത്തിൽ അനേകമായിരം ആളുകളുടെ ശിരസറ്റ കബന്ധങ്ങൾ കൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ കസേരയുടെ ആണിക്കലടിച്ചു വെച്ച ആയിരക്കണക്കിന് ഏകാധിപതികൾ ഈ ഭൂമിയിൽ സുഖാലംബരന്മാരായി സുഖലോലുപന്മാരായി ജീവിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഇവർ ചെയ്തു പോയ ജീവിതത്തിന്റെ എല്ലാ പാതകങ്ങൾക്കും നീതിയുക്തമായി അതിന് പരിഹാരം നിർവഹിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് പോലും എന്തുകൊണ്ടാണ് ഏലിയസ് ഷറോണിനെ അന്താരാഷ്ട്ര കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയാത്തത്? യുഎൻ ഐക്യരാഷ്ട്രസഭയുടെ ലോകത്തിലെ ഏതൊരാളെയും ശിക്ഷിക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക്. എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ഏലിയസ് ഷറോണിനെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ, ബറാക് ഹുസൈൻ ഒബാമയെ, ജോർജ് ഡബ്ല്യു ബുഷിനെ, ബെനിറ്റോ മുസോളിനിയെ, അഡോൾഫ് ഹിറ്റ്ലറിനെ, പോൾ പോപ്പിനെ, മാർക്കോസിനെ, എമൽഡെ എന്തുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയുന്നില്ല? എല്ലാവരും ലോകത്ത് മുഴുവനും ആയിരക്കണക്കിന് പകൽ വെളിച്ചത്തിൽ 1000 വട്ടം ആവർത്തിച്ചു മറ്റ് ചെയ്തുകൾ മുഴുവനും ആവർത്തിക്കപ്പെട്ടവർ ഭൂമിയിൽ സുഖലോലുപന്മാരായി മരിച്ചു പോകുമ്പോ ഇവിടെ ഇവരെ എല്ലാവരെയും ശിക്ഷിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര കോടതിയുടെ ആരുടെയും സ്വാധീനത്തിന് മടങ്ങാൻ കഴിയാത്ത ഒരു ജഡ്ജിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ലേ? ഒരു കോടതിയുടെ പ്രതികൂടം ഉണ്ടാവട്ടെ, അവിടെ വാദികൾ ഉണ്ടാവട്ടെ, അവിടെ പ്രതികൾ ഉണ്ടാവട്ടെ, അവിടെ നിരീക്തമായ വിചാരണകൾ നടക്കണ്ടേ. അവസാനം അതിന്റെ വാദിയാരാണ് പ്രതിയാണ് എന്ന് നിർണയിക്കപ്പെടണ്ടേ. അങ്ങനെ നിർണയിക്കപ്പെടാൻ കഴിയുന്ന ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു ന്യായാധിപനും ആ ന്യായാധിപന്റെ മുമ്പിൽ ആർക്കും പാർശ്വവൽക്കരിക്കാൻ പെടാത്ത കുറെ സാക്ഷികളും ആ സാക്ഷികളും വരുന്ന ലോകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഒരു ലോകം വരുന്നുണ്ട്. ആ ലോകമാണ് ولو نساء لطمسنا أعينهم فاستبقوا الصراط فأنى يبصرون. അല്ലാഹു പറയുക, അങ്ങനെ ഒരു നീതിന്യായ കോടതിയുടെ ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് അല്ലാഹു പറയുക. അങ്ങനെ ഒരു കോടതി വരാനുണ്ട്. ലോകത്ത് മുഴുവനും 10,000-കണക്കിന് ആളുകളുടെ ചോര കണ്ട് ലോകത്തിന്റെ സിംഹാസനം ഉറപ്പിച്ചിട്ട് ആരുടെ മണ്ണിലേക്ക് മരിച്ചുപോയവർ അവര് പള്ളിക്കാട്ടിലെ മണ്ണായിട്ട് അവസാനിക്കാനുള്ളവരല്ല. അവരതേപോലെ നാളെ പടച്ചറപ്പിന് മുമ്പിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഉമയ്യത്ത് ബിൻ ഖലഫ് മക്കയിലൂടെ നടന്നു പോകുമ്പോഴാണ് ആ മക്കാ മരുഭൂമിയിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഉമയ്യത്ത് ബിൻ ഖലഫ് നടന്നു പോകുമ്പോഴാണ് ആ മരുഭൂമിയിൽ അയാളുടെ കാലിൽ ഒരു ഒട്ടകത്തിന് നുരുമ്പിപ്പോയ എല്ല് തട്ടുന്നത്. ആ നുരുമ്പി കിടക്കുന്ന കാലിൽ തട്ട് എല്ലെടുത്ത് കയ്യിലെടുത്തിട്ട് ഉള്ളം കയ്യിലിട്ട് പെരടി നോക്കുമ്പോ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒട്ടകത്തിന്റെ തോളല് ഒരു നിമിഷം കൊണ്ട് പൊടിയായി അതൊന്ന് ഊരിയപ്പോൾ അന്തരീക്ഷത്തിലേക്ക് പറന്നു പോകുന്നത് കണ്ടപ്പോ താഴെ കിടക്കുന്ന ഒട്ടകത്തിന്റെ തോളലും എടുത്തു ഉമയ്യത്ത് ബിൻ ഖലഫ് എന്താ പരലോകത്ത് നിഷേധിച്ച, ഖബറിനെ നിഷേധിച്ച, ഹിസാബിനെ നിഷേധിച്ച, സിറാത്തിനെ നിഷേധിച്ച, മീസാനിനെ നിഷേധിച്ച ഏകാധിപതി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എഴുമ്പിപ്പോയ ഒട്ടകത്തിന്റെ തോളല് പൊടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഊതി പറത്തി വിട്ടിട്ടാണ് ചോദിച്ചത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒട്ടകത്തിന്റെ തോളല്ലാണ് അന്തരീക്ഷത്തിലേക്ക് ധൂമകേതുക്കളെ പോലെ ധൂമമായി പറന്നുപോയത്. ഈ ഒട്ടകത്തെയാണ് ആകാശത്തുകൂടി ഞാനെന്ന് ഊരിയപ്പോ പറന്നുപോയി ഒട്ടകത്തെയാണോ നാളെ നിന്റെ അല്ലാഹു പരലോകത്ത് പുനർജന്മം നൽകുന്നതെന്ന് ചോദിച്ചപ്പോ അന്തരീക്ഷത്തിൽ ധൂമങ്ങളായി പറന്നുപോയ ഒട്ടകത്തെ എങ്ങനെയാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പടച്ചറപ്പ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനായ ഇറങ്ങിയത്. ഓ നബിയെ, പറഞ്ഞു കൊടുക്ക് നബിയെ, അഹങ്കാരിയായ ഉമയ്യത്ത് ബിൻ ഖലഫിനോട് പരലോകത്ത് നിഷേധിക്കുന്ന അവനോട് പറയ നബിയെ, ونسي خلقا قال من يحيي العظام وهي رميم قل يحييها الذي أنشأها
أول مرة وهو بكل خلق عليم. ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയെ, വലറബലനാ മസലാ, ആ പമ്പര വിട്ടിയോട് പറഞ്ഞു കൊടുക്കും നബിയെ, ആകാശത്തുകൂടി പറന്നു പോകുന്ന ഒട്ടകത്തിന്റെ തോളലിന്റെ പൊടി നോക്കി ഈനവാരം പറയുന്ന പമ്പര വിട്ടിയോട് പറയും നബിയെ, വനസിയ ഖൽഖാ, അവനവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മറന്നു പോയതാണ്. അവനാണ് ചോദിച്ചത് മയ്യുഹയിൽ അലാ വഹിയ റമീം, ഈ പൊടിയായി പോയ ഒട്ടകത്തെ ആരാണ് പരലോകത്ത് പുനർജനിക്കുന്നതെന്ന് ചോദിച്ച പമ്പര വിട്ടിയോട് മറുപടി പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ആരാണ് പരലോകത്ത് സൃഷ്ടിപ്പ് നടത്തുന്നതെന്നറിയോ? ഒന്നുമല്ലാത്ത രൂപത്തിൽ നിന്ന് പിതാവിന്റെ മുതുകിൽ നിന്ന് ഒലിച്ചു വരുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ആകാരത്തിലും വലിപ്പത്തിലും എന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ റബ്ബാണ്. അവനാണ് നാളെ മരിച്ചതിന് ശേഷം പരലോകത്ത് നിന്നെ കൊണ്ടുവരുന്നതെന്ന് അവരോട് പറയുന്ന നബിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ആളെ പരലോകത്ത് കൊണ്ടുവരിക? ആരാണ് ഭൂമിയിൽ സൃഷ്ടിച്ചത്? ആരാബോ ഭൂമിയിൽ സൃഷ്ടിപ്പെടുന്നത്? ശൂന്യതയിൽ നിന്ന് പറയുന്ന ഭൂമിയിൽ സൃഷ്ടിച്ചവനാണ്. അതേ ശൂന്യതയിൽ നിന്ന് പരലോകത്ത് നിനക്ക് ജന്മം നൽകുക. അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ പരലോകം ഭയാനകരമാണ്, പരലോകം പരിഭ്രാന്തിയുടേതാണ്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആ സമയത്ത് വീട്ടിലിരുന്നിട്ട് മുസല്ലയിൽ പൊട്ടിക്കരയുകയാണ്. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ മുസല്ലയിൽ ഇരുന്നിട്ട് ഞാൻ കരയുന്നത് നബിയേ, നരകത്തെ ഒത്തിട്ട് കരയാ നബിയേ. ഞാനന്ന് സുജൂദ് ചെയ്തപ്പോ റുക്കൂ ചെയ്തപ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് നിസ്കരിച്ചപ്പോ ഞാൻ ആ സമയത്ത് നരകത്തെ ഓത്ത് നബിയേ, നരകത്തെ ഒത്തിട്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ പാതിരാ സമയത്ത് മുസല്ലിയിൽ നിന്നിട്ട് നരകത്തെ കുറിച്ചോത്ത് കരഞ്ഞ പെണ്ണിനെ ഓർക്കുക. നരകത്തെ കുറിച്ചോത്തിട്ട് കരഞ്ഞ പെണ്ണിനെ ഓർക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് പടച്ചറപ്പിന് മുമ്പ് ഭയാനകതയോടെ നിൽക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് പരലോകമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഭയാനകരമായൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് പരലോകം. അവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടക്കുക. അവിടെയാണ് നല്ലതാര്, ചീത്തയാര്, നന്മ ചെയ്തതാര്, തിന്മ ചെയ്തതാര്, വിജയിയാര്, പരാജിതനാര്. ആരാണ് വിജയി എന്ന് എന്ന് നിർണയിക്കപ്പെടുന്നത് പരലോകത്തിൽ. അള്ളാഹു നമ്മളെ വിജയികളാക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അരവിന്ദ് കെജ്രിവാൾ ജയിക്കട്ടെ, ജയിക്കാതിരിക്കട്ടെ, മോഡി തോക്കട്ടെ, തോക്കാതിരിക്കട്ടെ, നമുക്ക് വിഷയമല്ല. യഥാർത്ഥ വിജയി ആരാണ്, യഥാർത്ഥ പരാജിതൻ ആരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് പരലോകത്താണ് തിരിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മൾ അവിടെ വിജയികൾപ്പെടുത്തട്ടെ. പറ മനുഷ്യന്മാരെ, യഥാർത്ഥത്തിൽ വിജയികളാരാ? അമ്മല്ലദീന സുഇദു ഫഫിൽ ജന്നത്തി ഖാലിദീന ഫീഹാ. അല്ലാഹ് പറയുന്നുണ്ട്, പരലോകത്തെ ഏറ്റവും അവസാനത്തെ പരീക്ഷയിൽ വിജയിച്ചവർ ഫഫിൽ ജന്നത്തി ഖാലിദീന ഫീഹാ, അവർ ഏറ്റവും അനന്തമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാ. പരലോകത്തിന്റെ വിജയി അവന് സ്വർഗമാണ്. وَأَمَّا شَقُوا فَفِي النَّارِ لَهُمْ فِيهَا زَفِيرٌ وَشَهِيقٌ. നാളെ പരാജിതനാണ്, കത്തിക്കാളുന്ന നരകത്തിലേക്ക് നടന്നു പോകേണ്ടത്. അള്ളാഹു നമ്മളെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ.
അപ്പൊ അതുകൊണ്ട് വിചാരണ നടക്കുന്നത് എവിടെയാ? വിചാരണ നടക്കുന്ന എവിടെയാ? പരലോകത്താണ്. അവിടെ ഒരു ജഡ്ജിക്കും ഒരാ സ്വാധീനത്തിന് വഴങ്ങില്ല. അവിടുത്തെ ജഡ്ജി സ്വാധീനത്തിന് വഴങ്ങുന്ന പരലോകത്തെ ജഡ്ജി സ്വാധീനത്തിന് വഴങ്ങില്ല. കാരണം എന്താ? ലോകത്തുള്ള എല്ലാ ജഡ്ജിമാരെയും ശമ്പളം കൊടുക്കുന്ന ഖജനാവ്. وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. ലോകത്തിന്റെ മുഴുവൻ ഖജനാവ് എന്റെ കയ്യിലാണ്. ആ ഖജനാവിൽ നിന്ന് കുറേശ്ശെ തരുന്നതാണ് അംബാനിയുടെ, ബിൽഗേറ്റ്സിന്റെ. ലോകത്തിന്റെ മുഴുവൻ ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരല്പമായി അള്ളാഹു തോണ്ടിക്കൊടുക്കുന്നതാണ് ബിൽഗേറ്റ്സിന് കിട്ടുന്നതും അംബാനിക്ക് കിട്ടുന്നതും കിങ് വലീദിന് കിട്ടുന്നതും ഒക്കെ. ആരാ കിങ് വലീദ്? ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കിടക്കാനുള്ള റൂം സ്വർണത്തിലുണ്ടാക്കിയ സൗദി പ്രമുഖനാണ് കിങ് വലീദ്. അയാൾക്ക് കിട്ടുന്നതും. കിങ് വലീദിന്റെ മോൻ ജർമ്മനിയിൽ പഠിക്കാൻ പോയപ്പോ കിങ് വലീദിന്റെ മോന് കിങ് വലീദ് ഒരു മെസ്സേജ് കൊടുത്തു, മോനെ നിനക്ക് ഞാൻ 20 കോടി യൂറോ അയച്ചു തരുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ള കാറ് വാങ്ങിച്ചോളൂ. ആ വാപ്പാടെ മോനങ്ങാനുമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താ രസം. 20 കോടി യൂറോ നിനക്ക് അയച്ച് മെസ്സേജ് അയക്കുക, എന്തിന്? നിനക്ക് ഇഷ്ടമുള്ള കാറ്. 2 കോടി യൂറോ നിനക്ക് അയച്ചത്, നിനക്ക് ഇഷ്ടമുള്ള കാർ വാങ്ങിച്ചോളൂ. കിങ് വലീദ് മോന് മെസ്സേജ് അയച്ചു. അപ്പൊ മോൻ തിരിച്ചു വാപ്പാക്ക് മെസ്സേജ് അയച്ചു, വാപ്പ എനിക്ക് കാറ് വേണ്ട, എന്റെ സ്കൂളിൽ പഠിക്കുന്ന, എന്റെ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ട്രെയിനിലാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകൻ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ട്രെയിനിലാണ് വരുന്നത്, സാധാ ട്രെയിനിൽ. അതുകൊണ്ട് എനിക്ക് കാറ് വേണ്ട. അപ്പൊ വലീദ് മെസ്സേജ് അയച്ചു എന്നാണ്, മോനെ നിനക്ക് 20 കോടി യൂറോ ഞാൻ വീണ്ടും അയച്ചിട്ടുണ്ട്, നീ ഒരു ട്രെയിൻ തന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. ഇതൊക്കെ ആരുടേതാണ്? ഇത് ആരുടെ ഖജനാവ്? ഇതൊക്കെ അള്ളാഹുടെ ഖജനാവിന്ന് വരുന്നത്. അപ്പൊ ആ ഏറ്റവും വലിയ ഖജനാവിന്റെ ഉടമസ്ഥനാണെന്ന് ജഡ്ജി. അപ്പൊ ആ ജഡ്ജിയെ വിലക്ക് വാങ്ങാൻ പറ്റിയ വേറെ ഖജനാവ് ആർക്കുമില്ല. സാക്ഷികളാരാ? നാളെ പരലോകത്തിന്റെ വിചാരണ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളാരാ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ പറയാൻ. അള്ളാഹു പറയാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകും, കേൾക്കാനുള്ള ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാക്ഷികളാരാ നാളെ? അറിയില്ല. സാക്ഷികളെ ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, ഞാൻ പറയുന്ന ഒരു വിഷയം ഖുർആന്റെ വെളിച്ചത്തിലാണ് എന്റെ വിഷയം പോവുക. സാക്ഷികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സാക്ഷികളെ ഞാൻ പറഞ്ഞു തരാം. നാളെ പരലോകത്തെ സാക്ഷികളാരാ? കൈ പിന്നെ ഇത്തിരി വെള്ളം തരും. ഏതായാലും തൽക്കാലം ഇത് അടയ്ക്കാൻ വേണ്ടിട്ടാ. പിന്നെ അപ്പൊ യഥാർത്ഥത്തിൽ സാക്ഷികളാരാ? ഒന്നാമത്തെ സാക്ഷി ജഡ്ജ് തന്നെ. നിങ്ങൾ പരലോകത്തെ ചിന്തിക്കുക നന്നായിട്ട്. ആ പരലോകത്തിൽ നമ്മൾ ചെയ്ത കുറ്റകൃത്യം ജഡ്ജി തന്നെ നേരിട്ട് കണ്ട. അപ്പൊ പിന്നെ അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? ആദ്യം നമ്മളെ കാണുന്നതാരാ? വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്തുൽ ഖാഫ്. സൂറത്തുൽ ഖാഫ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ഒരു ഖുർആന്റെ പ്രചാരകനാണ് ഞാൻ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. എനിക്കൊരൊറ്റ ചുമതലയുള്ളൂ, അത് ഖുർആനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. അപ്പൊ എന്റെ ലക്ഷ്യം ഖുർആനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. അൽഹംദുലില്ലാഹ്, എവിടെ വാള് കഴിഞ്ഞു പോയാലും അവിടെ ഞാൻ വാള് കഴിഞ്ഞ് പോകുമ്പോ ചിലപ്പോ അവിടെ തർക്കം ഉണ്ടാവും. എത്ര കൊടുത്ത് 50,000 ആണോ 1,00,000 ആണോ? അത് വേറെ കാര്യം. പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ പറച്ചിലല്ലാതെ ഇന്നവരെ കിട്ടിയിട്ടില്ല. വേറെ കാര്യം, പറച്ചിലിനൊരൊട്ട് കുറവൊട്ടില്ലതാണ്. അത് ആ വഴിക്ക് പോട്ടെ. എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല വർത്താനം പറയാൻ. ഒന്നുകിൽ അത് പറയുന്ന ആളുടെ ഏറ്റവും വലിയ വിവരക്കേട്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നമ്മളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളൊക്കെ വലിയ വാത് പറയുന്ന ആളാണ്. പള്ളിയിൽ വെള്ളിയാഴ്ച വരുമ്പോ ഞാൻ നാട്ടുകാരോട് പറയും, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞടക്കരുത് എന്നിട്ട് ഞാൻ തന്നെ പറയും. എന്താ എൻ്റെ അർത്ഥം? വെള്ളിയാഴ്ച പള്ളി വന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളാരും നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാത്ത ഒരു കാര്യം നിങ്ങൾ പറയരുതെന്ന് ഞാൻ പഠിച്ച ഖുർആൻ ഞാൻ തന്നെ വാള് പറയുന്നുണ്ട്. കാരണം നീ കേട്ടത്, വൽബസറാണി കണ്ടത്, വൽഫുആദാനി ചിന്തിച്ചത്, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പറയാതെ നീ എവിടേക്കാണ് പോവാ? നാളെ പടച്ചറമ്പിൽ പറഞ്ഞവനുമുണ്ടാകും, പറയപ്പെട്ടവനുമുണ്ടാകും. അറിയാത്ത കാര്യം പറച്ചു കേൾവിയുടെ അടിസ്ഥാനത്തിൽ യുവാഭോഗത്തിന്റെ പേര് പറയരുതേ. നാളെ നിന്റെ ഈ ഏറ്റവും എടുപ്പുള്ള നാവിന് സീല് വെക്കപ്പെടും. നിന്റെ കൈ സംസാരിക്കുന്ന ദിവസം പടച്ചിറപ്പിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ടടാ എന്ന് വേള പറയുന്ന ഞാൻ തന്നെ അത് പറയാൻ തുടങ്ങിയാലോ, അപ്പൊ എന്റെ വിവരം മുമ്പിൽ ഇരിക്കുന്ന വിവരത്തിന്റെ പകുതിയില്ല എന്നാണ് എന്റെ അർത്ഥം. ഞാൻ ആളുകളെ ഉപദേശിക്കണേ ഞാൻ തന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പറച്ചിൽ അവനവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവനവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന, പടച്ചിറപ്പിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയുണ്ടാവണം. ആ പറച്ചിൽ ഫേസ്ബുക്കിലും പറയും, അവിടെയും പറയും, ഇവിടെയും പറയും. ആ പറച്ചിലൊരു കുറവില്ല. അത് പറയാൻ പോയാൽ എന്റെ ലക്ഷ്യം ഖുർആൻ പഠിപ്പിക്കലാണ്. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്കുള്ള നടത്തത്തിലാണ്. ആ സമയത്ത് ഇടത്തും വലത്തും ഇരുന്ന് കുരയ്ക്കുന്നതിനോട് മറുപടി പറഞ്ഞാൽ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ താമസിച്ചു. എന്റെ ലക്ഷ്യമാണ് എനിക്ക് വിഷയം. സാധാരണ ആളുകൾ പറയാറുണ്ട്, കൂട്ടിൽ കിടന്ന് വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമില്ല. ഒരു ജീവി അത് കിടക്കുന്നിടത്ത് വിസർജിക്കൂ, അപ്പൊ പിന്നെ അതിന്റെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ കഴുകി കൊടുത്താലും പിന്നെ അതവിടെ വിസർജിക്കൂ. അപ്പൊ പിന്നെ നമ്മുടെ ഈ മുബാറക്കായ കൈ അത് കഴുകാന്നല്ലാതെ പിന്നെ വേറെ ജോലി ഉണ്ടാവില്ല. ആ കഴുകൽ വൃഥാവാണ്, അത് വൃഥാവിലാണ്. അതുകൊണ്ട് സമയം വെറുതെ പോകും. അള്ളാഹു നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് നന്മ നൽകി അനുഗ്രഹിക്കും. നന്മ ആര് ചെയ്യാൻ തുടങ്ങിയോ അവിടെയൊക്കെ എതിർപ്പുകളുണ്ടാവും. ആര് നന്മ തിന്മ ആര് ചെയ്തോ അതിന് ഒരു എതിർപ്പുണ്ടാവില്ല. ഈ ചെറുപ്പക്കാരെല്ലാം കൊണ്ട് ഇവിടെ ഒരു ഗാനമേള നടത്തിട്ട് ഒരാൾ കമാന്ന് അക്ഷരമുണ്ട്. ഞാൻ പറയാം, എന്നാ ഇവരെല്ലാം കൂടെ ഒരു വാള് വെക്കട്ടെ. ലോകത്തുള്ള മുഴുവൻ തെറ്റാലുകൾ നന്മയെ എതിർക്കുക എന്നതാണ് ഇബ്ലീസിന്റെ ജോലി. തിന്മയെ എതിർക്കുക ഇബ്ലീസിന്റെ ജോലി അല്ല. ഇബ്ലീസിന്റെ ജോലി തിന്മ ചെയ്യിക്കലാണ്. ഒരു ഗാനമേള നടത്തട്ടെ, ഓരോ കുട്ടികളും ചോദിക്കണ്ടാവില്ല, എന്നാ ഒരു നന്മ ചെയ്യട്ടെ. ചോദിക്കാൻ ആളുണ്ടാവും. അപ്പൊ പിന്നെ മൊയ്ലിയാർക്ക് 50,000 വേണം. അല്ലെങ്കിൽ എന്തിനാണ് മൊയ്ലിയാരെ മാത്രം ചർച്ച ചെയ്യുന്നത്? കാവ്യമാധവനെ കൊണ്ടുവന്ന് ജുവലറി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ അവൾ വന്നിട്ട് ഒരു റിബൺ മുറിക്കും. എത്ര കാശ്? 5 ലക്ഷം. 5 എന്തിന്? ഒരു റിബൺ മുറിക്കാൻ. അവളുടെ കൈ അത്രയ്ക്ക് പവിത്ര അതല്ല. സ്വൽമുത്തിയ കൈയൊന്നുമല്ലല്ലോ, അത് മുറിക്കാൻ മാത്രം 5 ലക്ഷം റുപ്യ. നിന്റെ പ്രധാനപ്പെട്ട അവയവം മുറിച്ച ഒസാക്കിന് 500 റുപ്യ കൂടെ. അപ്പൊ മുറിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ആർക്കാ? കഷ്ടപ്പാടാർക്കാ? ഒസാക്കാൻ. കഷ്ടപ്പാടില്ലാത്തവർക്കാ ഓക്കാൻ. അപ്പൊ പിന്നെ എന്ത് കണ്ടിട്ടാ കൊടുക്ക? നിങ്ങളൊരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്ക്. എന്തുണ്ടേലും മുരിയാതെ തരട്ടു. എന്തിനാ പണി? ഏത് തമ്മാടിത്തരത്തിനും അതിന് കൂട്ടി നിൽക്കാൻ ആളുകളുണ്ട്. എന്റെ പൊന്നുമോനെ, ഇതെല്ലാം കാണുന്നതാണ്. അല്ലാഹു പറയാ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിൽ വരീദ്. ഇങ്ങോട്ട് നോക്ക് മോനെ, നാളെ വാലന്റൈൻസ് ഡേ ആണ്. എനിക്കറിയാം. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും അവരവരുടെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാമുകിക്ക് കൊടുക്കാൻ കാത്തിരിക്കാൻ. ഇനി ഞാൻ പറയുന്ന ആയത്ത് ശ്രദ്ധിച്ചു കേൾക്കട്ടെ. ആരാണ് നമ്മൾ? അവനവനെ കുറിച്ചുള്ള ബോധമില്ലാത്തവർ. അല്ലാഹു പറയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, നിന്നിലേക്ക് നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നതാരാ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിൽ വരീദ്. നിന്റെ കണ്ണിനരമ്പിനേക്കാൾ തൊട്ടടുത്തിരിക്കുന്നത് ഞാനാ.
നിന്റെ കണ്ണുനരമ്പിനേക്കാൾ തൊട്ടടുത്തിരിക്കുന്നത് ഞാനാ. അപ്പൊ സഹോദരങ്ങളെ, നമ്മളൊരു തെറ്റ് ചെയ്താലത് ഭാര്യ കാണണമെന്നില്ല. ഭാര്യ കാണുന്നതിന് മുമ്പ്, കൂട്ടുകാര് കാണുന്നതിന് മുമ്പ്, തൊട്ടടുത്ത് കിടക്കുന്നവൻ അറിയുന്നതിന് മുമ്പ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ആദ്യം കാണുന്നതാണെന്നറിയോ? കണ്ണുനരമ്പിനേക്കാൾ അടുത്ത് കിടക്കുന്ന അല്ലാ ആദ്യം കാണുന്നതാരാ? ആദ്യം കാണുന്നതാരാ? അടുത്ത് കിടക്കുന്നവളാണോ? ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു. സക്കാഫി അറിയുന്നതിന് മുമ്പ് അറിയുന്നതാരാ? സക്കാഫിയുടെ ഒരു കൈ അകലത്തില് പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഞാൻ എന്തേലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഇത്ര സക്കാഫിയുടെ തൊട്ടയിലൊക്കെ കാണുമോ? എന്റെ അള്ള ഇരിക്കുന്ന എവിടെയാ?